ഞങ്ങൾ പുറത്തൊക്കെ പോയിരുന്നു. പുറത്തൊക്കെ കണ്ട് വന്നിട്ട് 3:30 ഒന്നും കഴിച്ചില്ല. രാവിലെ ഒരു പപ്സും ഇങ്ങനെയൊക്കെ പുറത്തുനിന്ന് ഹൗസ് പാർക്കിനകത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്ന് കഴിച്ചിരുന്നില്ല, വേറെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് പിന്നെ പിള്ളേർക്ക് മാത്രം ടൗണിലേക്ക് നിന്ന് ഒരു TFC കിട്ടും. ഇവിടെ KFC മതിയിട്ട് TFC ആയിരിക്കുന്നു. അതൊരു സ്മോൾ ബോക്സ് മേടിച്ചു, അവരത് കഴിച്ചു. അപ്പം ഞങ്ങൾക്ക് രാത്രിയിൽ ടയേർഡായി, രാത്രിയിൽ ഞാനെടുത്തു വൈകുന്നേരം ചോറ് അങ്ങനെ ഒത്തിരി കറികളൊന്നും വേണ്ട, ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ ദിവസം കൊണ്ട് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടതിന് വേണ്ടി. വെക്കാൻ മടിയായിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ അത് 2 ദിവസത്തേക്ക് ഉണ്ടാവും. അതായത് നോൺ വെജിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പോൾ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ അത് 2 ദിവസത്തേക്ക്, ബീഫ് കറി ആണെങ്കിൽ 2 ദിവസത്തേക്ക്, ചിക്കൻ കറി ആണെങ്കിൽ 2 ദിവസം, അങ്ങനെയാണ്. ഇന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കാമല്ലോ. ബീഫ് ഫ്രൈയും ചോറും രസവും ഉണ്ട്, ധാരാളം പോലെ. നമ്മൾ ഒത്തിരി വെജിറ്റബിൾ കഴിയുന്ന കൂട്ടത്തിലല്ല ഞാൻ. വെജിറ്റബിൾ ഇഷ്ടമേ അല്ല, പക്ഷെ നല്ലതല്ല, അത് ക്രെഡിറ്റായിട്ട് പറയുന്നതല്ല. പക്ഷെ ഒട്ടും എനിക്ക് പറ്റില്ല ഈ വെജിറ്റബിൾസ്. പിന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ക്യാബേജ് ഇഷ്ടമാണ്, ഈ വെണ്ടയ്ക്ക ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടമുള്ള സാധനമാണ് അവിയൽ, അതാകുമ്പോൾ എല്ലാം ഉണ്ടല്ലോ. അപ്പം ഞാൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കി ഓൾമോസ്റ്റ് കഴിയാറായി. ഇങ്ങനെ ഇത് ഓഫ് ചെയ്തിട്ടില്ലേ, ഓഫ് ചെയ്തിട്ടില്ല. പിന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ലൈറ്റിങ് കൊടുക്കണം, അതിങ്ങനെ നല്ല ബ്ലാക്ക് കളറാവും. അത് വരട്ടെ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ കൂടുതൽ വീഡിയോസ്, ഇങ്ങനത്തെ ഫുഡ് വീഡിയോസ് പണ്ടൊക്കെ ഞാൻ വീണാസ് കറികൾ, ദുബായിലൊക്കെ ആയിരുമ്പോൾ വീണാസ് കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കുറച്ച് സംസാരിക്കുന്ന കിട്ടുമെങ്കിലും അവർ നന്നായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഈ നാട്ടിൽ വന്നപ്പം ഇഷ്ടമുള്ളൊരു ആളാണ് ഷാൻജിയോ. പുള്ളി ഏത് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുവരെ ഫ്ലോപ്പായിട്ടില്ല കേട്ടോ. ഇതുവരെ ഞാൻ എന്ത് ഉണ്ടാക്കാൻ നോക്കുമ്പോഴും ഫസ്റ്റ് പുള്ളിയുടെ റെസിപ്പി ഉണ്ടോ എന്ന് നോക്കും ഞാൻ, എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇതും പുള്ളിയുടെ തന്നെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും എന്തായാലും. ഓക്കെ, അടി പിടിച്ചൊന്നുമില്ല, ഇതല്ല അങ്ങനെ ഇരിക്കുന്ന ആ ബ്ലാക്ക് കളർ. ഇങ്ങനെ ഇതിനകത്ത് ഞാൻ ആദ്യമായിട്ടാണ് ബീഫിനകത്ത് നെയ്യൊക്കെ ഒഴിക്കുന്നത്. ഇച്ചിരി നെയ്യ് എന്ന് പറഞ്ഞാൽ നെയ്യ് എടുത്ത് കുമത്തിയൊന്നുമില്ല, ഇച്ചിരി നെയ്യ്. അപ്പോൾ എങ്ങനെ ടേസ്റ്റ് ഞാൻ കഴിച്ച് നോക്കി,